ഹൈ മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ അനാലിസിസ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, ഇസ്രായേൽ US ചേർന്നിട്ട് ഇറാനെ ആക്രമിച്ച ഒരു സിറ്റുവേഷനിൽ ഇറാൻ ശക്തമായിട്ട് തിരിച്ചടിക്കുന്നുണ്ട്. അപ്പോൾ ഇറാൻ വെറുതെ ആയുധങ്ങൾ കൊണ്ട് ഫൈറ്റ് ചെയ്യുന്നതിന് പകരം അവർ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമസ് കടലിടക്ക് അങ്ങ് അവരെ ക്ലോസ് ചെയ്തു. അവരുടെ ഫ്രണ്ടിൽ കൂടെ ഒരു 40 കിലോമീറ്റർ വിട്ടുള്ള ഒരു കടലിടുക്കിൽ കൂടെ ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്ന 80%, വേൾഡിലേക്ക് ഉള്ള ഓൾമോസ്റ്റ് 25% ക്രൂഡ് ഓയിൽ നീക്കവും കട്ട് ചെയ്തു പോയി. അപ്പോൾ ഇത് എക്കണോമിക്കലി മറ്റ് രാജ്യങ്ങളെ അഫക്റ്റ് ചെയ്യും, അതിഭീകരമായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ കുറേ റോക്കറ്റോ ബോംബോ ഒക്കെ എടുത്തിടുന്നതിനേക്കാളും നല്ലത്, അത് ചിലവ് കുറവുമാണ്, ഏറ്റവും എഫിഷ്യൻ്റായിട്ട് ചെയ്യേണ്ടത് ഫിനാൻഷ്യൽ വാർ തന്നെയാണ് എന്ന് ഇറാൻ തീരുമാനമെടുത്തിരിക്കുന്നു. അപ്പോൾ അത് മുന്നേ അത് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 3-4 കൺട്രിയെ മാത്രം അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇന്ന് ഈ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത മെയിനായിട്ടുള്ള ചൈന, ഇന്ത്യ പോലുള്ള വലിയ വലിയ രാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതല്ല, അവരെയും കൂടെ പ്രഷർ ചെയ്യിപ്പിക്കുന്നു. ആ ഒരു പ്രഷർ ഒരു വലിയൊരു സിറ്റുവേഷനാണ് ഒരു യുദ്ധം നടക്കാതിരിക്കുക എന്നുള്ളതിന്. അപ്പോൾ ഇറാൻ യുദ്ധം സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. സോ ഇറാനെ ചർച്ചയ്ക്ക് കൊണ്ടുവരിക, ഇറാൻ്റേതായ വഴിക്ക് വിടുക എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വിലയൊക്കെ കണ്ടാലറിയും. ഇന്നലെ രാത്രി ഞാൻ ക്രൂഡ് ഓയിൽ നോക്കുമ്പോൾ 7200 അടുപ്പിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഇതിനു മുന്നേ 7200 പോയത് ഞാൻ കണ്ട ഒരു ഓർമ്മ എനിക്കില്ല. സാധാരണ 5000 ഒരു കഴിഞ്ഞ ആഴ്ചയ്ക്കൊക്കെ 5200, 5400 നിന്ന് 5600, 5800 റേഞ്ചിലൊക്കെ നിന്ന് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആവറേജ് 5600 എന്ന് പറയാമെന്നുള്ള ഒരു ഏരിയയിൽ നിന്ന് ഇന്ന് 6800 വരുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അത്ര നല്ലൊരു പരിപാടിയല്ല. 1-2 ആഴ്ചത്തേക്കൊക്കെ ആണെങ്കിൽ എല്ലാ രാജ്യവും അത് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ അതിന് മുകളിലേക്ക് പോയാൽ അത് അവരെ എക്കണോമിക്കലി തളർത്തി കളയും. പ്രത്യേകിച്ച് ഇപ്പോൾ ചൈന പോലുള്ള രാജ്യങ്ങൾ മാനുഫാക്ചറിങ് ഹബ്ബാണ്, അവർക്ക് അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. അതുപോലെ ചൈനയ്ക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് അവിടെ നിന്ന് തന്നെയാണ് ക്രൂഡ് ഓയിൽ. അപ്പോൾ ആ കടലെടുക്കാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഏഷ്യൻ രാജ്യങ്ങൾക്ക് കംപ്ലീറ്റ്ലി അത് തന്നെയാണ്. സൗത്ത് കൊറിയ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഓൾമോസ്റ്റ് ഏതാണ്ട് 10-20-25 മണിക്കൂർ കൊണ്ട് 15% വീഴുന്നത്. നമ്മുടെ മാർക്കറ്റ് ആ കൂടെ വീണിട്ടുള്ള 2-2.5%. സോ എത്രത്തോളം ഇമ്പാക്റ്റ് അവർക്കുണ്ടായിരിക്കും എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അപ്പോൾ അത്രയും ടെൻഷൻ അവിടെ നിൽപ്പുണ്ട്. നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 400 പോയിൻ്റാണ് ഡൗൺ കാണിക്കുന്നത്. ഇറ്റ്സ് റഫ്ലി അറൗണ്ട് 1.7% എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിന് വീക്ക്നെസ് എക്സ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് 2-2.5% എക്സ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ യുദ്ധം എങ്ങനെ നടക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും ഇനി നമ്മുടെ നിഫ്റ്റിയുടെ ഒരു പോക്ക്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഡേ ഞാൻ പറഞ്ഞിരുന്ന ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു ട്രയാങ്കിളായിരുന്നു. ട്രയാങ്കിൾ ബ്രേക്ക് ചെയ്തപ്പോൾ മാർക്കറ്റ് വീഴാനുള്ള നല്ല സാധ്യതയും നല്ലൊരു പെർസെൻറ്റേജ് 25,000 എന്നുള്ളൊരു ഏരിയയാണ് അതിൻ്റെ അടുത്ത സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അടുത്ത ദിവസം വീണ്ടും ഫൈറ്റ് നടന്നപ്പോഴേക്കും നമ്മൾ വീണ്ടും ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തപ്പോൾ ഇതിന് താഴെ, ഈ ഒരു ബോക്സിന് താഴെ 25,000 താഴെ ഓപ്പൺ ചെയ്യാൻ ഉള്ള സാധ്യതയും 24,600 സപ്പോർട്ടായിട്ടും പറഞ്ഞിരുന്നത്. കൃത്യമായിട്ടും 24,600 സപ്പോർട്ട് ഹിറ്റ് ചെയ്ത് അത് തിരിച്ച് വന്ന് 24,880 അടുപ്പിച്ച് വന്നിരുന്നു. സോ ഇതുവരെ കൃത്യമായിട്ടാണ് എല്ലാം നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യുന്നത് 400 പോയിൻ്റ് ഡൗൺ ആണ് എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 800 നിന്ന് 500 താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഏതാണ്ട് ഈ ക്യാൻഡലിൻ്റെ ലോയിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ. ഓക്കെ, ഞാൻ കുറച്ചുകൂടെ ചാർട്ടൊന്ന് വലുതാക്കട്ടെ. ഓക്കെ, അതിന് മുന്നേ ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ കൂടെ കാണിച്ചു തന്നിട്ട് ബാക്കി ഡീറ്റെയിലേക്ക് പോകാം. ഇപ്പോൾ ഈ ഒരു ചാർട്ട് നോക്കിയാൽ ഈ ഒരു ചാർട്ട് നോക്കിയാൽ ഈ ഏരിയ ഇതിൻ്റെ സപ്പോർട്ടായിട്ട് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് വരച്ച് തന്നെ പോവാം. ഓക്കെ, ഇവിടെ ഹിറ്റ് ചെയ്തിരിക്കുന്നു, ഇവിടെ ഹിറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇവിടെ ഹിറ്റ് ചെയ്തിരിക്കുന്നു. സോ ഇതിൻ്റെ ഏറ്റവും നല്ല സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവലായിരുന്നു. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം എന്തുകൊണ്ട് 24,600 സപ്പോർട്ട് എന്ന് പറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കി കാണും. ഓക്കെ, അതിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഓക്കെ
26,000. അപ്പോൾ അതിൻ്റെ ഹൈ ആയിട്ടും 24,600 ഇതിൻ്റെ ലോ ആയിട്ടും ആയിരുന്നു എൻ്റെ മനസ്സിനകത്ത് മാർക്കറ്റിൻ്റെ സ്വിങ് ഏരിയ എന്ന് പറയുന്നത്. കറക്റ്റ് ഇതെന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്റർ പോയിൻ്റാണ്. അപ്പോൾ സെൻറ്റർ പോയിൻ്റ് ഇതിൻ്റെ മേളിലേക്ക് ഇവിടെ നിന്ന് എപ്പോഴൊക്കെ വരുന്നു, ഈ ഏരിയയിൽ വരുന്നു, തിരിച്ചു വരുന്നു, ഇതിന് മേളിലേക്ക് പോകുന്നു, ഈ ഒരു ഏരിയയിൽ വരുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും ഇങ്ങനെ പോകുന്നു. സോ ലാസ്റ്റിൽ ഇവിടെ വീണ്ടും വരുന്നു, തിരിച്ച് വീണ്ടും പോകുന്നു. ഈ ഒരു ഏരിയ സ്വിങ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഈ ഒരു ഏരിയ സ്വിങ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റായിട്ട് ഇതും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. സോ ഇതൊരു ഹാഫ്. സോ ഇതിൻ്റെ ലോവർ ഹാഫും ഇന്ന് ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. സോ ലോവർ ഹാഫ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്തുള്ള ലെവൽസ് എന്ന് പറയുന്നത് 24,100 അടുത്ത ലെവൽ. അതായത് 24,100 അടുത്ത ലെവൽ. ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യതയും ഓൾമോസ്റ്റ് ഒരു 24,400 താഴെയാണ് ഓപ്പൺ ചെയ്യാൻ സാധ്യത. ഓക്കെ, അപ്പോൾ അതായത് ഈ ക്യാൻഡിൽ നിൽക്കുന്ന 24,600 ആണെങ്കിൽ ഓപ്പൺ ചെയ്യാൻ സാധ്യത 24,500 റേഞ്ചിലായിരിക്കും ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ അടുത്ത സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ഈ ഒരു ഏരിയ, ഈ ഒരു ഏരിയ 1, 2, 3, അടുത്ത ഏരിയ 4. ഓക്കെ, ഈ ഒരു 4ാമത്തെ സോണിലേക്ക് കടക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ അടുത്ത 4ാമത്തെ സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണെങ്കിൽ ഇനി അടുത്ത് ഓപ്പൺ ചെയ്ത് മൂവ് ചെയ്യാനുള്ള സാധ്യത 24,000 to 23,800 ആണ് അതിൻ്റെ ലെവൽ എന്ന് പറയുക. സോ അടുത്ത് വരുന്ന ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത് 24,800 റേഞ്ചിലാണ്. സോ ഇതിനനുസരിച്ചിട്ടുള്ളൊരു പ്ലാൻ സെറ്റ് ചെയ്യുക. ഈ ഒരു ക്യാൻഡലിലെ ലോ മുതൽ 24,800 വരെ പല ഏരിയാസ് ഉണ്ട്. ഒന്ന് 24,400 ഉണ്ട്, അടുത്ത് 24,240 ഉണ്ട്, 24,000 ഉണ്ട്, 23,800 ഉണ്ട്, 23,500 താഴേക്കുള്ള ലെവൽസ് ഉണ്ട്. ഓക്കെ, ഇത്രയും ലെവൽസ് അവിടെ വാച്ച് ചെയ്യണം. ഞാൻ നമ്പേഴ്സ് കൃത്യമായിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞു. സോ ഇത് നിങ്ങളുടെ ചാർട്ടിലേക്ക് മാറ്റി എഴുതുക. മേളിലേക്ക് പോയാലും നിങ്ങൾക്കിപ്പോൾ അറിയാം 24,800 ഉണ്ട്, 25,000 എന്നിങ്ങനെയുള്ള ലെവൽസ് മേളിലേക്കുണ്ട്. അപ്പോൾ ഒരു വീഴുന്ന അതിനുശേഷം ഷോർട്ട് കവറിങ് എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് എപ്പോഴും മാർക്കറ്റ് പൊക്കോണ്ടിരിക്കുന്നത്. സോ ഇത് തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ക്രൂഡ് ഓയിലും ഓൾ ടൈം ഹൈയിലേക്ക് തന്നെ പൊക്കോണ്ടിരിക്കുന്നു. ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നിൽപ്പുണ്ട്. നാച്ചുറൽ ഗ്യാസും ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡ് നിൽപ്പുണ്ട്. ഞാൻ അതിനെ പറയണം എന്ന് നിർബന്ധമില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാനത് തന്നെയാണ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ അനാലിസിസ്. ലെവൽസ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഓക്കെ, ഞാൻ ലെവൽ ഇവിടെ എൻ്റെ വീഡിയോ കാണുന്നത് കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ലെവൽസ് കാണുന്നുണ്ടായിരിക്കില്ല. ഞാൻ ഒരുപാട് ലെവൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ നിന്ന് 24,600 ഇമ്പോർട്ടൻ്റ് ആണ്, 24,400 റേഞ്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ അടുത്ത ലെവൽ സപ്പോർട്ട് എന്ന് പറയുന്നത് 24,100-നും 24,000 എന്നുള്ള ഒരു സോളിഡ് നമ്പർ ഉണ്ട്. 24,000 എന്നുള്ളൊരു സോളിഡ് നമ്പർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 24,800-ഉം 23,800-ഉം 23,500 ഉള്ളൂ. സോ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ വീക്ക്നെസ് കണ്ടിട്ട് താഴേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. നാച്ചുറൽ ഗ്യാസിൻ്റെ വ്യൂ ഇപ്പോൾ ഗ്രൂപ്പിനകത്ത് നാച്ചുറൽ ഗ്യാസിനെ കുറിച്ചിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. സോ നാച്ചുറൽ ഗ്യാസ് സ്റ്റിൽ പോസിറ്റീവായിട്ടുള്ളൊരു പ്രോബബിലിറ്റി തന്നെയാണ് കാണുന്നുണ്ട്. ഇത് മാർക്കറ്റ് വീഴുന്നിട്ട് തിരിച്ച് കയറി വരുന്ന ഇത് കാണുന്നുണ്ട്. ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് അല്ലേ. ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് മേളിലേക്ക് ഇനി ഓപ്പൺ ചെയ്യാൻ സാധ്യത ഇവിടെയാണ് എന്നുണ്ടെങ്കിൽ 290 മേളിലേക്കാണെങ്കിൽ ഇതൊരു 304, 312 റേഞ്ചിലേക്ക് ഈ ഒരു ഏരിയയിലേക്ക് പോകാനുള്ള 316 റേഞ്ചിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നാച്ചുറൽ ഗ്യാസിൻ്റെ ക്രൂഡ് ഓയിൽ ഓൾറെഡി 7,200 കണ്ടോ, 7,200 ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ 7,200 തന്നെയാണ് ഇതിൻ്റെ ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത്. 7,200 ഇനി അടുത്ത് 7,444 വരെയാണ് അതിൻ്റെ അടുത്ത ടാർഗറ്റ് റേഞ്ച് എന്ന് പറയുന്നത്. സോ ഹൈലി ബുള്ളിഷായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ട്. സോ കൃത്യമായിട്ട് SL കീപ്പ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ അനാലിസിസ്. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ. അതിൻ്റെ കൂടെ നമ്മളെടുത്ത പൊസിഷൻസിൽ 1-2 SLൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി പകുതി കൊടുത്തു. ഐ തിങ്ക് L&T എൻ്റെ കയ്യിൽ പൊസിഷൻ ഉണ്ട്. അത് L&Tയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലാണ് അവരുടെ ഏറ്റവും കൂടുതൽ പൊസിഷൻസ് ഉള്ളത്. സോ അത് കാരണം മിഡിൽ ഈസ്റ്റിൽ അറ്റാക്ക് വന്ന് തുടങ്ങിയപ്പോഴേക്കും ഞാൻ പകുതി കൊടുത്തു. പക്ഷേ പകുതി ഇപ്പോൾ ഇരിപ്പുണ്ട്. ഓൾമോസ്റ്റ് അതിപ്പോൾ ഇന്ന് SL ഹിറ്റ് ചെയ്തിട്ടുണ്ട്.
ഉണ്ടാവും. ബാക്കിയുള്ള നമ്മുടെ കയ്യിലിരിക്കുന്ന SBI ഹോൾഡിംഗ് ആണ്, BEL ഹോൾഡിംഗ് ആണ്. അങ്ങനെ കുറച്ച് സ്റ്റോക്സ് കയ്യിലിരിപ്പുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം എടുത്ത സെയിൽ ഇരിപ്പുണ്ട്, ഹിൻഡാൽക്കോ കുറച്ച് ഇരിപ്പുണ്ട്. ഹിൻഡാൽക്കോ നേരത്തെ കുറച്ച് കൊടുത്തു, ബാക്കി പൊസിഷൻസ് ഇരിപ്പുണ്ട്. ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, ഞാൻ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ ഗ്രൂപ്പിനകത്ത് പറയുന്നുണ്ടായിരുന്നു, ട്രംപ് ഇരിക്കുന്ന കാലത്തോളം ട്രംപ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. അത് കാരണം എനിക്ക് എൻ്റെ പൊസിഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അത് കാരണം എൻ്റെ പൊസിഷൻ്റെ 35% ആണ് ഇന്ന് അലോക്കേറ്റഡ് ആയിട്ടിരുന്നത്. അത് കാരണം ഈ ഒരു ഫോൾ എന്ന് പറയുന്നത് എനിക്ക് അതിഭീകരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. ഈ ഒരു ട്രംപിനെ വിശ്വസിച്ചിട്ട് അവിടെ ഫുൾ ക്യാപിറ്റൽ ഇട്ടിരിക്കുന്ന ഒരു വ്യക്തിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റിവിറ്റി ഉണ്ടായേനെ. ഞാൻ അവിടെ എടുത്തിരുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് 35% അലോക്കേഷൻ നമ്മുടെ സ്റ്റോക്കിലും ഇട്ടിരുന്നു. ഓൾമോസ്റ്റ് വീണ്ടും ഒരു 35% നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സിൽ ഇട്ടിരുന്നു. മ്യൂച്വൽ ഫണ്ട്സ് ഡൗൺ തന്നെയാണ്, പക്ഷേ അതൊരു ആവറേജിങ് ഘട്ടത്തിലൂടെ കയറി പോകുന്നത് കാരണം വലിയ ടെൻഷൻ ഇല്ല. സോ അവിടെ ടെൻഷനെ സ്പ്ലിറ്റ് ചെയ്തിട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഫ്രണ്ടിലേക്ക് പോയാൽ ചിലപ്പോൾ ബോൺഡ്സിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. സോ ഇനി റിസ്ക് എടുക്കുന്നതിന് അടുത്തൊരു റിസ്ക് എടുക്കുന്നതിന് പകരം മാർക്കറ്റ് ഡെഫിനറ്റ്ലി ഓവർ തീർന്നു എല്ലാം കഴിഞ്ഞു എന്ന് തോന്നി വീണ്ടും വേണമെങ്കിൽ പൊസിഷൻ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ക്യാപിറ്റൽ അവിടെ ഇരിപ്പുണ്ട്, പക്ഷേ ഇടാനുള്ള നല്ലൊരു മാർക്കറ്റ് ഇല്ലാത്തത് കാരണം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുകയാണ്. എത്ര തന്നെ ആർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും, എത്ര യൂട്യൂബ് വീഡിയോ എടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണെങ്കിലും സ്വന്തം ക്യാപിറ്റൽ സേഫ് ചെയ്യുക എന്നുള്ളൊരു പ്രാഥമിക ധർമ്മം അവിടെയുണ്ട്. അത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തതും. ഈ ഒരു വാർ കാലഘട്ടം കഴിയാണ്ട് വെറുതെ പോയി പൊസിഷൻ എടുക്കേണ്ട. സിയും പിയും ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടാവും, ചെറിയ ക്വാണ്ടിറ്റിക്ക് എടുക്കുക. കാരണം ചെറിയ ക്വാണ്ടിറ്റിയിൽ തന്നെ നിങ്ങൾ വലിയ ക്വാണ്ടിറ്റിയിൽ പണ്ടെടുത്തിരുന്ന ലാഭം ഇന്ന് കിട്ടുന്നുണ്ട്. സോ അതിനനുസരിച്ച് പോവുക, കൃത്യമായിട്ട് റിസൾട്ട് കീപ്പ് ചെയ്യുക. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.